ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുന്നതിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ ചില ലക്ഷ്യങ്ങൾ, പദ്ധതികൾ, അതിൻ്റെ പ്ലാനുകൾ, ഇതൊക്കെ കർത്താവ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ അത് കാണുകയാണ്, അത് ഞാൻ നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവ പദ്ധതികളിലേക്ക്, ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉത്തരങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ്. ആമേൻ. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഇന്നൊരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്നൊരു വെൽവിഷനാണ്. താങ്ക് യു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ഭവനത്തിൽ ദൈവിക സമാധാനമുണ്ടാകുവാൻ, ഇളയ മകൻ്റെ ദേഷ്യവും മാനസിക ബുദ്ധിമുട്ടുകളും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നതിൻ്റെ അടുത്ത ആഴ്ചയിൽ, എന്ന് വെച്ചാൽ ഈ ശനിയല്ല, നെക്സ്റ്റ് സാറ്റർഡേ, അതായത് ജൂൺ 14 സെക്കൻഡ് സാറ്റർഡേ രാവിലെ 10 മണി മുതൽ അതുപോലെ തന്നെ 1 മണി വരെയുള്ള സമയത്ത് പ്രത്യേകമായിട്ടുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വർക്കലയിൽ വെച്ച് നടക്കുകയാണ്. കൈരളി ഓഡിറ്റോറിയം മൈതാനം വർക്കലയിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ സ്വാഗതം ചെയ്തു. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. വേറൊന്നുമല്ല, നമ്മുടെ ഈ വെള്ളിയാഴ്ചയാണ് നമ്മുടെ എൻകൗണ്ടർ നൈറ്റ് നടക്കുന്നത്. സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഉള്ളത്. പക്ഷേ ഈ വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത് നമ്മുടെ എൻകൗണ്ടർ നൈറ്റാണ്. വൈകിട്ട് 7 മണി മുതൽ ഏതാണ്ട് 10-12 മണി വരെ നീണ്ടു നിൽക്കുക, ചിലപ്പോൾ 1 മണി വരെയൊക്കെ നീണ്ടു നിൽക്കാവുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും കൊച്ചിയിലേക്ക് കടന്നു വരണം. കടന്നു വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് വാച്ച് ചെയ്യാം. പക്ഷേ നേരിട്ട് വന്ന് ആസ്വദിക്കുന്നതിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് നേരിട്ട് കടന്നു വന്ന് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപുരസ്സരം ഓർപ്പിക്കുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 1-2 വചനങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ചില വചനങ്ങൾ നമുക്കിന്ന് വായിക്കാം. ഇന്നലെ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്തത് നമുക്കുണ്ടായിരിക്കേണ്ട താഴ്മ, നമുക്കുണ്ടായിരിക്കേണ്ട ഐക്യത, ഇതൊക്കെയാണ്. അപ്പം അതിൽ മലയാളത്തിൽ അതിൻ്റെ ആദ്യം മുതൽ ഒന്ന് വായിച്ചേക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ 1. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അത്രയും ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി 3-ാമത്തെ വചനം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ആ 2 വചനങ്ങൾ നമുക്കൊന്ന് എടുക്കാം. ഡു നത്തിങ് ഔട്ട് ഓഫ് സെൽഫിഷ് ആംബിഷൻ ഓർ വെയിൻ കൺസീറ്റ്, ബട്ട് ഇൻ ഹ്യൂമിലിറ്റി കൺസിഡർ അതേഴ്സ് ബെറ്റർ ദാൻ യുവർസെൽവ്സ്. ഈച്ച് ഓഫ് യു ഷുഡ് ലുക്ക് നോട്ട് ഓൺലി ടു യുവർ ഓൺ ഇൻട്രസ്റ്റ് or also to the interests of others. ഇതൊരു ഭയങ്കര സംഭവമാണ്. കേൾക്കാനും വായിക്കാനും ഒക്കെ സുഖമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ആദ്യം ഒന്നങ്ങ് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും നെഞ്ചിൽ കൈവച്ച്, കർത്താവേ, ഈ വചനങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഞങ്ങളെ അങ്ങ് പണിതെടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്വഭാവം ഞങ്ങളിലൊക്കെ വെളിപ്പെടുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലതിലും ബ്ലൈൻഡ് സ്പോട്ടുകളുള്ളവരാണ്. പലതും ഞങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകാൻ, വിനയം ഉണ്ടാകാൻ, താഴ്മയുണ്ടാകാൻ, ഐക്യതയുണ്ടാകാൻ ഒക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുന്നൊരു സ്വഭാവം നീ ഞങ്ങൾക്ക് തരണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നലെ പറഞ്ഞതിനോട് കണക്ട് ചെയ്താണല്ലോ ഈ 3-4 വചനങ്ങൾ കിടക്കുന്നത്.
ഈ മൂന്നാമത്തിൽ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഇത് സഭകളിലുണ്ടെങ്കിൽ, കൂട്ടായ്മകൾക്കകത്തുണ്ടെങ്കിൽ, വീടുകൾക്കകത്തുണ്ടെങ്കിൽ അന്തരീക്ഷം മാറില്ലേ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെത്താൻ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഞാനിത് പല ശുശ്രൂഷകരുടെയിലും അതുപോലെ വിശ്വാസികളുടെ ഇടയിലെല്ലാം കണ്ടിട്ടുണ്ട്. ചില കൂട്ടങ്ങളിൽ, ചില ശുശ്രൂഷ കൂട്ടായ്മകളിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ശുശ്രൂഷയുടെ ഒരു അവസരം വന്നാൽ ദേവദാസൻ ശുശ്രൂഷിക്കും. ഓരോരുത്തരും ആർക്കും കയറണ്ട, സ്റ്റേജ് വേണ്ട ആർക്കും. കാരണം എല്ലാവരും വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. അങ്ങനെയുള്ള മനോഹരമായ ശുശ്രൂഷകരുടെ ടീമിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല, എനിക്കെപ്പോഴും അവസരം എന്ന് ചിന്തിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലത് നമ്മെ തന്നെ ഉയർത്താതെ മറ്റുള്ളവരെ ഉയർത്തുന്ന, മറ്റുള്ളവരെ മാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടാക്കിയെടുക്കുന്നത് എത്ര ശ്രേഷ്ഠകരമാണ്, എത്ര ശ്രേഷ്ഠകരമാണ്. നോക്കൂ, ഇങ്ങനെ ആ യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എല്ലാവരും വളരെ പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവേൻ. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓർക്കസ്ട്ര ഉണ്ടെന്നിരിക്കട്ടെ. ഓർക്കസ്ട്ര എന്ന് പറയാലോ, ഒത്തിരി സംഗീതോപകരണങ്ങൾ ഒരു ഓർക്കസ്ട്രയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും നന്നായി വായിക്കുന്നവരാണ്, എല്ലാവർക്കും അവരുടേതായ സ്കില്ലും മ്യൂസിക്കൽ സ്കിൽസും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഓർക്കസ്ട്രയിൽ എല്ലാവരും നിരന്ന് വയലിനിസ്റ്റുകൾ, ഗിറ്റാറിസ്റ്റുകൾ, എന്തെല്ലാം ഉണ്ടോ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നിരത്തി വച്ചിരിക്കുക. 200-300 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി അങ്ങ് വായിക്കാൻ തുടങ്ങുക. ആരെയും നോക്കുന്നില്ല. എനിക്ക് പറ്റുന്ന ഞാൻ വായിക്കുന്ന, അയാൾക്ക് പറ്റുന്ന അയാൾ വായിക്കുന്ന, എല്ലാവർക്കും പറ്റുന്ന അവരവർ വായിക്കുന്ന, എല്ലാവരുടെയും മാസ്റ്റർ പീസ് വായിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കയോസ്. മൊത്തത്തിലെല്ലാം കൂടെ ഒരു വല്ലാത്തൊരു കൂട്ടബഹളമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. എന്നാൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 കോലുണ്ടായിരിക്കും അല്ലേ, അയാൾ നിന്നുകൊണ്ട് കറക്റ്റ് ഇത് ലീഡ് ചെയ്യുവാണെങ്കിൽ ഓരോ വയലിൻ്റെയും ഗിറ്റാറിൻ്റെയും സിത്താറിൻ്റെയും എന്തെല്ലാം ഉണ്ട് അതിൻ്റെ എല്ലാം കൂടി ചേർന്നുള്ള ഒരു മെലോഡിയസ് സിംഫണി ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ മാസ്റ്റർ ഇല്ലെങ്കിൽ കയോസ് ഉണ്ടാകും, മാസ്റ്റർ ഉണ്ടെങ്കിൽ മെലഡി ഉണ്ടാവും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ഹോളി സ്പിരിറ്റ് ഈസ് അവർ കണ്ടക്ടർ. പരിശുദ്ധാത്മാവ് വേണം നമ്മെ എന്ത് ചെയ്യാൻ, ഈ ഓരോ നോട്ടുകളും സിങ്ക്രണൈസ് ചെയ്ത് നല്ല ഹാർമണിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ നടത്താൻ. അതില്ലെങ്കിൽ എല്ലാം പോകും. അതുകൊണ്ട് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. സോ ദ സ്പിരിറ്റ് ഈസ് ദ ബ്രെത്ത് ഇൻ ആ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മുടെ സംഗീതോപകരണങ്ങൾക്കകത്തുള്ള ശ്വാസം, ബ്രെത്ത്, ന്യൂമ എന്ന് പറയുന്നത് ദൈവാത്മാവാണ്. അപ്പോൾ പൗലോസ് പറയുന്നത് he is exhorting us to be one in spirit and of one mind. ആത്മാവിലും മനസ്സിലും ഐക്യത ഉള്ളവരാകാനാണ് അദ്ദേഹം പറയുന്നത്. അവിടെ യൂണിറ്റി എന്ന് പറയുമ്പോൾ യൂണിറ്റി ഈസ് നെവർ യൂണിഫോമിറ്റി. എല്ലാവരും ഒരേപോലെ ആകണം, എല്ലാവരും ഒന്ന് തന്നെ ചിന്തിക്കണം, എല്ലാവരും അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. യൂണിറ്റി ഈസ് നെവർ യൂണിഫോമിറ്റി, അല്ലെങ്കിൽ യൂണിറ്റി ഈസ് നെവർ സെയിംനെസ്. ഇറ്റ് ഈസ് സിങ്ക്രണൈസേഷൻ ഇൻ ദ സ്പിരിറ്റ് അണ്ടർ ക്രൈസ്റ്റ് ലോർഡ്ഷിപ്പ്. കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ, യേശു കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തരായ വ്യക്തികളെ ഒരുമിപ്പിക്കുന്നതാണ് യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും വിവിധ ചിന്താഗതികളും വിവിധ രീതികളും പ്രാർത്ഥനാ ശൈലികളും. ഒരാൾ ആമേൻ എന്ന് പറയുമ്പോൾ ആമേൻ, ഒരാൾക്ക് ഹല്ലേലൂയ എന്ന് പറയും, മറ്റേ ആൾക്ക് ഹല്ലേലൂയ. ഇങ്ങനെ പല ടൈപ്പ് മനുഷ്യരാണുള്ളത്. എന്നാൽ ഇതിനെല്ലാം കൂടെ ചേർത്തിണക്കി കോർത്തിണക്കി സിങ്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിംഫണിയാണ് ആത്മാവിൻ്റെ ഐക്യത.
So when Christ conducts his church, composes harmony. ക്രിസ്തുവാണ് ഈ ഷോ അല്ലെങ്കിൽ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ മുഴുവൻ ലീഡ് ചെയ്യുന്നതെങ്കിൽ കർത്താവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ സഭ നല്ലൊരു ഹാർമണി, നല്ലൊരു സിംഫണി കമ്പോസ് ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എത്രത്തോളം നമുക്ക് ആവശ്യമാണ്. ഈ ഭാഗത്ത് പൗലോസ് ഡിസ്യൂണിറ്റി ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സെൽഫിഷ് ആംബിഷൻ, സ്വാർത്ഥതയോടുകൂടിയ ആഗ്രഹങ്ങൾ, സ്വാർത്ഥമായ അഭിലാഷങ്ങൾ. അതാണ് കുറച്ചുകൂടി കറക്റ്റ്. സ്വാർത്ഥമായ അഭിലാഷങ്ങൾ. ടൈപ്പ് ചെയ്യുക, ലൈവ് ചാറ്റിലേക്ക് വന്നിട്ട് എഴുതി വെക്കുക, സെൽഫിഷ് ആംബിഷൻ. ഞാൻ കൂട്ടായ്മ നിൽക്കുമ്പോൾ എൻ്റെ ഇഷ്ടം ഇവിടെ നടക്കണം. ഞാൻ പറയുന്ന പോലെ വേണം ഈ കൂട്ടായ്മ പോകാൻ. ഞാൻ പറയുന്ന പോലെ പാവരിക്കണം. ഞാൻ പറയുന്ന പോലെ കസരിടണം. ഞാൻ പറയുന്നത് പോലെ വേണം എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കാൻ എന്ന് ഓരോരുത്തരും ശാഠ്യം പിടിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അവിടെ ഒരു ലീഡറുണ്ട്, അവിടെ ഒരു പാസ്റ്ററുണ്ട്, കൂട്ടായ്മയെ ലീഡ് ചെയ്യുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ച ചില വ്യക്തികളുണ്ട്. അയാൾ വേണം തീരുമാനിക്കാൻ എങ്ങനെ കസരിടണം, എങ്ങനെ ബാക്കിയുള്ളവരെ അലൈൻ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് വിട്ടുകൊടുക്കുക. എല്ലാവരും ശാഠ്യം പിടിച്ചാൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. സ്വാർത്ഥമായ എൻ്റെ താല്പര്യത്തെ, സ്വാർത്ഥമായ എൻ്റെ അഭിലാഷത്തെ എങ്ങനെ എനിക്ക് ഓവർകം ചെയ്ത് നിൽക്കാൻ കഴിയും? ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അയാൾ. എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ, മറ്റുള്ളവരെയാണെങ്കിൽ അയാൾ എടുക്കുന്ന തീരുമാനത്തിൽ, അയാൾ ആത്മാവിൽ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനത്തിൽ മറ്റുള്ളവരങ്ങ് ചേർന്ന് നിൽക്കുക. എന്ത് വന്നാലും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് വന്നാലും ദൈവനാമമാണ് മഹത്വപ്പെടേണ്ടത്. എൻ്റെ ഇഷ്ടം നിറവേറണം എന്ന് ശാഠ്യം പിടിക്കാതെ, കർത്താവെ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ, എൻ്റെ ഇഷ്ടമല്ല എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങിയാൽ അവിടെ വെച്ച് പ്രശ്നം തീർന്നു. അടുത്ത ഒന്നാണ് വെയിൻ കൺസീറ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ മലയാളം പറഞ്ഞിരിക്കുന്നത് ദുരഭിമാനം. വെയിൻ കൺസീറ്റ്, ദുരഭിമാനം. അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള വാക്കുകളാണ് ആരഗൻസ്, പ്രൈഡ്, അല്ലേ, നമ്മുടെ അഹങ്കാരം, അഹന്ത, ദുരഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം ഓർക്കണം, അവർ വളരെയധികം ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കൂട്ടായ്മക്കകത്തൊക്കെ അവർ ഭരിക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് പല പശ്ചാത്തലങ്ങൾ കാരണമുണ്ട്. ഇപ്പോൾ പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചാത്തലങ്ങൾ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ ചില കൂട്ടായ്മകൾ കണ്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു കളക്ടറായിരുന്നു, പണ്ടൊരു കളക്ടറായിരുന്നു, പണ്ടൊരു തഹസീൽദാരായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന ആളായിരുന്നു. ചർച്ചിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാനാണ് ഇവിടുത്തെ തഹസീൽദാർ, അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ കളക്ടർ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. US-ലൊക്കെ അവിടുത്തെ പ്രസിഡൻറ്റുമാർ ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. അവർ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് ടേൺ അനുസരിച്ച് പലർക്കും ടോയ്ലറ്റ് കഴുകാൻ വരെ ഉണ്ടായിരിക്കും. പ്രസിഡൻറ്റുമാർ അവിടെ ചെന്നത് കഴുകി എന്നുള്ള കാര്യം ഒത്തിരി പേർക്കറിയാം. അവർ ചെന്ന് അത് കഴുകുകയാണ്. അവർ ടേൺ വരുമ്പോൾ, ഞാനിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്, എനിക്ക് കഴുകാനൊന്നും, പക്ഷേ അവരൊക്കെ വളരെ താഴ്മ ധരിച്ച് ചർച്ചിൽ ചെല്ലുമ്പോൾ, രാജ്യത്തെ ഭരിക്കുന്ന ആളായിരിക്കാം, പക്ഷേ സഭയ്ക്കകത്ത് ചെല്ലുമ്പോൾ അവർ വാഷ്റൂം കഴുകാൻ വേണ്ടി അവർക്ക് ഇന്ന ആഴ്ചയിൽ റോസ്റ്റർ വന്നു കഴിഞ്ഞാൽ പോയി വാഷ് ചെയ്യേണ്ടി വരും. അങ്ങനെ താഴാൻ നമുക്ക് സാധിക്കുമോ? ഈ കൂട്ടായ്മക്കകത്തേക്ക് വരുന്ന പലരും വലിയ ബിസിനസ്സുകാരായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വലിയ ആളുകളായിരിക്കാം. പക്ഷെ അതൊന്നും കൂട്ടായ്മക്കകത്തേക്ക് വരുമ്പോൾ ആ തലയിലെ തൊപ്പിയും വെച്ചുകൊണ്ടൊന്നും വരരുത്. അവിടെ നമ്മൾ ക്രിസ്തുവിൽ താഴുക, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുക. എത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയായിരിക്കും അങ്ങനെയുള്ളൊരു ഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ. അതിനുശേഷം ദ ക്യൂർ ഫോർ ഡിസ്യൂണിറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അനൈക്യതയുണ്ടായാൽ അതിനെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? നമ്പർ 1, ഡു എവറിത്തിങ് ഇൻ ഹ്യൂമിലിറ്റി. അവിടെ പറയുന്നത് എല്ലാം താഴ്മയോടെ ചെയ്യുവൻ. ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, നോട്ട്ബുക്കിൽ എഴുതിയേ, കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ, ഡു എവറിത്തിങ് ഇൻ ഹ്യൂമിലിറ്റി. എല്ലാം
താഴ്മയോടുകൂടെ ചെയ്യുവിൻ. അഹങ്കാര ഭാവത്തോടെ ഒന്നും ചെയ്യണ്ട, താഴ്മയോടെ ചെയ്യുവിൻ. കൺസിഡർ അതേഴ്സ് ബെറ്റർ ദാൻ യുവർസെൽവ്സ്. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക. നമ്മുടെ തലയിൽ മുഴുവൻ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും അറിവുള്ള ആൾ, ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വചനം അറിയാവുന്ന ആൾ, ഞാനാണ് ഇവിടുത്തെ എല്ലാവരേക്കാളും ക്വാളിറ്റി ഉള്ള ആൾ, ഞാനാണ് ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്ന് വന്നത് എന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ ആ കൂട്ടായ്മ തീർന്നു. ഈ തൊപ്പികളൊക്കെ താഴെ ഇട്ടിട്ട് വേണം നമ്മൾ ദൈവസ്ഥലത്ത് വരാൻ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിലൊക്കെ ഭയങ്കരമായ സ്വർഗീയ ആരാധന നടക്കുന്ന രംഗം വിവരിക്കുമ്പോൾ 24 മൂപ്പന്മാർ അവിടെ തലയിലിരിക്കുന്ന കിരീടം താഴെ ഇട്ടിട്ട് അത് വെക്കാനുള്ളൊരു ടേബിളിൽ വെച്ചെന്നല്ല അവിടെ പറയും, താഴേക്ക് ഒരു ഒറ്റ ഇടലാണ്. അപ്പോൾ അതിൽ രത്നങ്ങളും വൈഡൂര്യങ്ങളും മുത്തുകളും വില്ല പൊട്ടിച്ച പലതും ഈ കിരീടത്തിൽ കാണും. പക്ഷെ ആ കിരീടം അവർ വിലയില്ലാത്ത പോലെ താഴേക്ക് ഇട്ടിട്ടാണ് അവർ ആരാധിക്കുന്നത്. ഭയങ്കര സംഭവമല്ലേ? നമുക്ക് വില പിടിച്ചെന്ന് പറയുന്നത് നമ്മുടെ തലയിലുള്ള മുത്തുകളായിട്ടിരിക്കുന്നു, നമ്മുടെ തലയിലെ മകുടങ്ങളായിട്ടിരിക്കുന്നതൊക്കെ താഴെ ഇടാൻ കഴിയാത്തിടത്തോളം ദൈവത്തെ നമുക്ക് യഥാർത്ഥ രീതിയിൽ ആരാധിക്കാൻ പറ്റില്ല. തലയിൽ കിരീടം വെച്ചുകൊണ്ടും പാട്ട് പാടാം, പക്ഷെ ഫ്രീ ആയിട്ട് തലയൊക്കെ വിളക്കിയൊന്നും ആരാധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് 24 മൂപ്പന്മാർ ആദ്യം തന്നെ അവരുടെ അഹങ്കാരത്തിൻ്റെയും അവരുടെ പ്രകടനത്തിൻ്റെയും അവരുടെ എല്ലാ മകുടങ്ങളും താഴേക്കിടുകയാണ്. സോ കൺസിഡർ അതേഴ്സ് ബെറ്റർ ദാൻ യുവർസെൽവ്സ്. ലുക്ക് ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് ടു. മറ്റുള്ളവരുടെ താല്പര്യം കൂടെ ഒന്ന് നോക്കണമെന്ന് അവിടെ പറയുന്ന, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റവൻ്റെ ഗുണം കൂടെ നോക്കണം. മറ്റുള്ളവരുടെ ഗുണഗണങ്ങൾ കൂടെ നോക്കണം, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടെ നോക്കണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അവർക്കൊരു കീഴ്വഴക്കമുണ്ട്. ഭക്ഷണമേശയിൽ ഒരു എംപ്റ്റി ചെയർ എപ്പോഴും ഇടും. കുടുംബാംഗങ്ങൾ ഇപ്പം 5 പേരുണ്ടെന്നിരിക്കട്ടെ, ഈ 5 കൂടാതെ ഒരു എക്സ്ട്രാ ചെയർ അവിടെ ഇട്ട് വയ്ക്കും. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഇത് ഇരിക്കാൻ ആളില്ല, എന്തിനാണ് ഇങ്ങനൊരു കസേര എക്സ്ട്രാ? നോ. ഒരു ഗസ്റ്റ് വരുവാണ്, അയാൾക്കുള്ള ഇരിപ്പിടം നമ്മൾ നേരത്തെ തന്നെ കരുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമിലിറ്റി, മേക്കിംഗ് റൂം ഫോർ അതേഴ്സ്. അവിടെ വരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് താഴ്മ, 2 മറ്റുള്ളവർക്ക് ഒരിടമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ടേബിളിൽ മറ്റുള്ളവർക്കും ഇടമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും സ്ഥാനമുണ്ട്. പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞേ. എൻ്റെ ജീവിതത്തിൽ ഭാര്യയ്ക്ക് സ്ഥാനമുണ്ട്, ഭർത്താവിന് സ്ഥാനമുണ്ട്, മക്കൾക്ക് സ്ഥാനമുണ്ട്, എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. സോ മറ്റുള്ളവർക്കൊരു ഇടം കൊടുക്കണം. അതുകൊണ്ട് അവർ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. അപ്പോൾ ഫിലിപ്പ് ലേഖനം 2:4 നമ്മൾ കണ്ടത്, നോട്ട് ലുക്കിംഗ് ടു യുവർ ഓൺ ഇൻട്രസ്റ്റ് ബട്ട് ഈച്ച് ഓഫ് യു ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി അതേഴ്സ്. മറ്റുള്ളവരുടെ താല്പര്യം കൂടെ, അതാണ് കുറച്ചുകൂടെ കൃത്യമായ തർജ്ജമ എന്ന് പറയുന്നത്. എൻ്റെ താല്പര്യം മാത്രമല്ല, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മേക്കിംഗ് മോർ റൂം ഫോർ അവർസെൽവ്സ് ബട്ട് മോർ റൂം ഫോർ അതേഴ്സ് ഇൻ അവർ ഹാർട്ട്സ് ആൻഡ് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും എനിക്ക് തന്നെ കൂടുതൽ സ്ഥല സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതിനേക്കാൾ മറ്റുള്ളവർക്ക് കൂടെ സ്ഥലം കൊടുക്കണം, ഇടം കൊടുക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഹ്യൂമിലിറ്റി ലീവ്സ് എ ചെയർ അറ്റ് ദ ടേബിൾ ഫോർ സമ്മൺ എൽസസ് നീഡ്. താഴ്മയുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? മറ്റുള്ളവർക്ക് കൂടെ ഒരു കസേര, ഒരു റൂം, കുറച്ച് സ്ഥലം കൊടുക്കാൻ, ഇടം കൊടുക്കാൻ നമ്മുടെ ഹൃദയത്തിൽ താല്പര്യം വരും. അമേരിക്കയിൽ സിവിൽ വാർ നടക്കുകയാണ്, ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലത്ത്, പണ്ടത്തെ കാര്യം പറയുന്നത്. അബ്രഹാം ലിങ്കനെ കുറിച്ചുള്ളൊരു സംഭവകഥയാണ്. അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കുകയാണ്. ഹോസ്പിറ്റലിൽ മുറിവേറ്റ ഭടന്മാരൊക്കെ ഒത്തിരി അഡ്മിറ്റാണ്. അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ വിസിറ്റ് ചെയ്തു. പട്ടാളക്കാരൻ ഇത് പ്രസിഡൻ്റ് ആണ് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ഈ മുറിവേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണെന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. പക്ഷേ അടുത്ത് നിന്ന് കുശലം ചോദിച്ചു, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു ലെറ്റർ എഴുതി തരാമോ? മരിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരൻ ഈ വിസിറ്ററോട് ചോദിക്കുകയാണ്, പ്രസിഡന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല,
എനിക്കൊരു കത്ത് എഴുതി തരാമോ? അദ്ദേഹം പറഞ്ഞു, എഴുതാലോ. അങ്ങനെ അദ്ദേഹം ആ കിടക്കക്കരികിൽ മുട്ടുകുത്തി ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന വരികൾ കത്തായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി അറ്റത്തെത്തിയപ്പോഴേക്കും ഈ പട്ടാളക്കാരൻ ചോദിക്കുകയാണ്, അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ഉപകാരം ചെയ്യാമോ? പ്രസിഡൻറ്റ് ലിങ്കൺ എന്നങ്ങ് എഴുതി ഒപ്പിടാമോ എന്ന് ചോദിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുകയാണ്. അങ്ങനെ എഴുതുവാണെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ അദ്ദേഹം അപ്പോഴും തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയില്ല. താൻ എഴുതി, പ്രസിഡൻറ്റ് ലിങ്കൺ എഴുതി ഒപ്പിട്ടു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഭാഗത്ത് തന്നെ, ആ കട്ടിലിനരിയിൽ തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം, ആ പട്ടാളക്കാരൻ മരിച്ചു, ലെറ്റർ അയച്ചു. സോ ദാറ്റ്സ് ഹ്യൂമിലിറ്റി ഇൻ ആക്ഷൻ. ഹ്യൂമിലിറ്റി ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ താഴ്മ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുമ്പോൾ, someone in authority stooping down to lift someone else up. എന്ന് വെച്ചാൽ ഉയർന്ന ഒരു വ്യക്തി, ഉയർന്ന നിലവാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി കുനിഞ്ഞ് താഴേക്കിറങ്ങി താഴെ കിടക്കുന്ന ഒരാളെ പൊക്കിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹ്യൂമിലിറ്റി ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. ഹ്യൂമിലിറ്റി അല്ല, ഹ്യൂമിലിറ്റി ഇൻ ആക്ഷൻ. താഴ്മ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നത് അങ്ങനെയാണ്. ഉയർന്നവർ താഴ്ന്ന്, നിലം വരെ താഴ്ന്ന് നിലത്ത് കിടക്കുന്നവരെ ഉയർത്തിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹ്യൂമിലിറ്റി ഇൻ ആക്ഷൻ. യേശു കർത്താവ് അതാണ് നമുക്ക് വേണ്ടി ചെയ്തത്. അവിടെ പറയുന്നത്, റാദർ ഇൻ ഹ്യൂമിലിറ്റി വാല്യൂ അതേഴ്സ് എബവ് യുവർസെൽവ്സ്. കർത്താവ് അതാണ് നമുക്ക് വേണ്ടി ചെയ്തത്. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുവിൻ. ട്രൂ ഗ്രേറ്റ്നെസ് നീൽസ് ബിസൈഡ് ദ ബ്രോക്കൺ. ശരിയായ മഹത്വം എന്ന് പറയുന്നത് തകർന്നു കിടക്കുന്നവരുടെ അടുക്കൽ മുട്ടുകുത്തുന്നതാണ്. ഒന്നുകൂടി പറയാം, ശരിയായ മഹത്വം, ഒരു വ്യക്തിയുടെ ശരിയായ വ്യക്തിപ്രഭ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് തകർന്നു കിടക്കുന്നവരുടെ അടുക്കൽ പോയി മുട്ടുകുത്തുന്നതാണ്. ഒരിക്കലും ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ സ്വാർത്ഥത വെളിപ്പെടുന്ന പല സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു ലിഫ്റ്റിൽ കയറുന്ന സമയത്ത്. 2, വണ്ടിയിൽ കയറിയ ശേഷം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. ഒരു ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് എല്ലാവരും കയറുന്നതിന് മുമ്പ് എനിക്ക് തള്ളിക്കയറാനുള്ളൊരു ആഗ്രഹം എൻ്റെ അകത്ത് വരും. മറ്റുള്ളവരെക്കാൾ മുമ്പ് ഇടിച്ച് കയറി, പ്രത്യേകിച്ച് അങ്ങനെയുള്ള കോമൺ സ്ഥലങ്ങളിലൊക്കെ. അവിടെ ക്യൂ തെറ്റിക്കാനും തള്ളിക്കയറാനും ബൈപ്പാസ് ചെയ്യാനൊക്കെ അവിടെയാണ് നമ്മുടെ സെൽഫിഷ്നെസ് വെളിയിലേക്ക് വരുന്ന ഒരു രംഗം. മറ്റൊന്ന്, ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് പോകണം, മറ്റുള്ളവർ പോകാതിരിക്കുക, അവർ എവിടെ പോകുക, അതൊന്നും എനിക്കൊരു ഇഷ്യൂവല്ല, എനിക്ക് പോകണം. അപ്പം ഞാൻ മറ്റുള്ളവരെ വകവയ്ക്കാതെ പലപ്പോഴും ഓവർടേക്ക് ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും നമുക്ക് തടസ്സമായ മുമ്പിൽ ബ്രേക്ക് കിട്ടിയാൽ ദേഷ്യം വരും, എനിക്ക് പോകണ്ടേ, വഴി മുടക്കുന്ന എന്തിനാ. ചിലപ്പോൾ പലരും തല പുറത്തേക്കിട്ട് അന്യഭാഷയൊക്കെ സംസാരിക്കും. ഇവിടെയൊക്കെയാണ് നമ്മുടെ സ്വാർത്ഥത വെളിയിലേക്ക് വരുന്നത്. വളരെ കറക്റ്റല്ലേ? വളരെ പ്രധാനപ്പെട്ട ചില നുറുങ്ങുകൾ കൂടെ പറഞ്ഞ ശേഷം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരിക്കൽ ഒരു സെമിനാരിയിൽ ഒരു ജാനിറ്റർ ഉണ്ടായി. ജാനിറ്ററല്ല, കാര്യങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകുകയും അങ്ങനെയൊക്കെ ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നയാൾ. അപ്പോൾ അദ്ദേഹം വലിയ സെമിനാരി, ഒത്തിരി പേര് ദേവദാസന്മാരെ കൂടെ പഠിക്കുന്നുണ്ട്, ഒത്തിരി പേര് സെമിനാരിൽ ചാപ്പലിലൊക്കെ ശുശ്രൂഷിക്കാൻ വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ജാനിറ്റർ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. ഒത്തിരി ശബ്ദത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവിടെ പഠിക്കുന്ന ഒരു സെമിനാരി സ്റ്റുഡൻറ്റ് ഇത് കേൾക്കുവാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ലോർഡ് ബ്ലെസ് എവറി ഫുട്ട് ദാറ്റ് വാക്സ് ദീസ് ഹോൾസ് ടു പ്രീച്ച് യുവർ വേർഡ്. കർത്താവെ, ഈ ഹോളിനകത്തേക്ക്, അപ്പോൾ അവിടുത്തെ ചാപ്പൽ, അതിനകത്തേക്ക് പ്രസംഗിക്കാൻ വരുന്ന എല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. മേ ദേ ഗോ ലോവർ ദാൻ മീ. കർത്താവെ, എന്നെക്കാളധികം അവരെ തന്നെ താഴ്ത്തട്ടെ, ബട്ട് റൈസ് ഹയർ ദാൻ യുവർ ഗ്ലോറി. എന്നാൽ കർത്താവെ, നിൻ്റെ മഹത്വത്തിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യണമേ. അപ്പോൾ തന്നെത്താൻ ഒത്തിരി താഴ്ത്തുവാൻ, എന്നേക്കാൾ എന്ന് പറയുമ്പോൾ സാധാരണ ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ ഈ ജാനിറ്റർ എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അതുപോലെ താഴാനും നിൻ്റെ മഹത്വം പോലെ നിൻ്റെ മഹത്വത്തിലേക്ക് ഉയരാനും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു.
അപ്പം അദ്ദേഹത്തിന് പുൾപിറ്റില്ല, സ്പോട്ട്ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അകത്ത് ആ ഹ്യൂമിലിറ്റിയുടെ വില അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വെൻ നോ വൺ സീസ് യു സെർവ്, ഗോഡ് സ്മൈൽസ് ദ മോസ്റ്റ്. ആരും കാണാതിരിക്കുമ്പോൾ നമ്മൾ അവനെ സേവിക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും ദൈവം നമ്മളെ നോക്കി സ്മൈൽ ചെയ്യുന്നത്, പുഞ്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ പല വീടുകളിലും നല്ല ഭംഗിയുള്ള കപ്പുകൾ കാണും. അതിൽ പലതും ഗസ്റ്റ് വരുമ്പോഴേ എടുക്കുള്ളൂ. ഇന്ത്യക്കാരുടെ ഒരു സംസ്കാരമാണ്, നമ്മൾ ആരും തൊടില്ല, ഗസ്റ്റ് വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. മമ്മിമാർ സമ്മതിക്കുകയില്ല, അയ്യോ അത് ഗസ്റ്റ് വരുമ്പോൾ എടുക്കാനുള്ളതാണ്. നമുക്കൊക്കെ ചിലപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, ഗ്ലാസും പൊട്ടിയതും പ്ലാസ്റ്റിക്കും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഭംഗിയുള്ള കപ്പ് എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? ആ നല്ല പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും, നല്ല ക്രോക്കറി ഇതിൻ്റെയൊക്കെ ആയിരിക്കും. അതിലേക്ക് ചായക്കപ്പിൽ നിന്ന് ചായ അങ്ങ് ഒഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ തൻ്റെ അകത്തൊന്നുമില്ല, തന്നെത്താൻ എംറ്റിയാക്കി പകർന്നെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ കുടിക്കുമ്പോഴാണ് ആ കപ്പിൻ്റെ പേർപ്പസ് നടക്കുന്നത്. അപ്പം നമ്മൾ എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും എത്ര എന്തെന്നൊക്കെ പറഞ്ഞാലും തന്നെത്താൻ ഒഴിച്ച് മറ്റുള്ളവരെ സെർവ് ചെയ്യുമ്പോൾ മാത്രമേ പേർപ്പസ് മീറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണി ഞാൻ സെർവ് ചെയ്യുമ്പോഴാണ് എൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം താല്പര്യമല്ല മറ്റുള്ളവരുടെ താല്പര്യം കൂടെ നോക്കണം. ദ ഫുള്ളസ്റ്റ് ലൈഫ് ഈസ് ദ വൺ ദാറ്റ് ഈസ് പോർഡ് ഔട്ട്. ഏറ്റവും ജീവിതം എങ്ങനെയാണ് ഇതിനെ പറയേണ്ടത്, ഏറ്റവും കൂടുതൽ ജീവിത സാഫല്യം ഉണ്ടാകുന്നത്, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറുന്നത് എപ്പോഴാണ്? നാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ പകർന്നു കൊടുക്കുമ്പോഴാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അതുപോലെ നമ്മളൊന്ന് ആയിത്തീരാം. ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. നെഞ്ചിൽ കൈവച്ച്, കർത്താവ് ഞങ്ങളെ ഇങ്ങനെ ആക്കി തീർക്കണമേ, വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണാൻ ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശക്തിയേറിയ തലവേദന മുതൽ ക്യാൻസർ രോഗം മുതൽ ഉള്ള സകല രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് മറ്റുള്ളവർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. ഒത്തിരി പേർക്ക് കർത്താവിൻ്റെ ക്യാരക്ടർ ക്വാളിറ്റി ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.